ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. VR കാർത്തിക് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ദേശീയപാതാ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ, വീഴ്ചകൾ, പലയിടത്തും റോഡിൽ വിള്ളൽ സംഭവിച്ചു, താഴ്ന്ന് ഇടിഞ്ഞു പോയ സാഹചര്യം, ഈ ദേശീയപാതാ നിർമ്മാണത്തിന്റെ സൈഡുകളിൽ താമസിക്കുന്ന, അരുകുകളിൽ താമസിക്കുന്ന വീടുകൾക്കൊക്കെ എത്രത്തോളം വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പാരിസ്ഥിതികമായി ഇത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള വലിയ പ്രശ്നം കേരളത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴാണ് നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത് എന്നത് തന്നെയല്ലേ പ്രാമുഖ്യമായും നമ്മൾ നോക്കിക്കാണേണ്ടത്? അരിയ, വെരി ഗുഡ് മോർണിംഗ്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സമകാലിക വിവാദങ്ങൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ പ്രസക്തമാക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം പൊതുമരാമത്ത് സെക്രട്ടറി കെ ബിജുവും ഉണ്ടാകും. പ്രധാനമായും ഈ സാമ്പത്തിക വർഷം തന്നെ ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നൊരാഗ്രഹം സംസ്ഥാന സർക്കാരിനുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ദേശീയപാത 66ന്റെ നിർമ്മാണം പൂർത്തിയാക്കണം. അതായത് 701 കിലോമീറ്റർ നീളുന്ന ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നൊരു ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. ഏതാണ്ട് 500ലധികം കിലോമീറ്ററിൽ ഇപ്പോൾ റോഡ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ദേശീയപാത 66ൽ 22 സ്ട്രെച്ചുകളാണുള്ളത്. ഇതിൽ 7 സ്ട്രെച്ചുകളുടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായി. 4 സ്ട്രെച്ചുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പക്ഷേ 17 സ്ട്രെച്ചുകളിൽ ഇപ്പോഴും നിർമ്മാണ പുരോഗതി മന്ദഗതിയിലാണ് എന്നൊരു അഭിപ്രായം സംസ്ഥാന സർക്കാരിനുണ്ട്. പ്രധാനമായും ഇക്കാര്യം തന്നെയാവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. അതിനൊപ്പം തന്നെ മെയ് 31-നായിരുന്നു മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ വളാഞ്ചേരി രാമനാട്ടുകര സ്ട്രെച്ച് കമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി മലപ്പുറം കൂരിയാട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും കൂരിയാട് ഉണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആശങ്ക മുഖ്യമന്ത്രി പങ്കുവയ്ക്കും. അതോടൊപ്പം തന്നെ ബദൽ മാർഗം, അവിടെ ബദൽ മാർഗം എങ്ങനെ വേണം എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഭിപ്രായം കൂടി ഇന്ന് നിതിൻ ഗഡ്കരിയോട് വ്യക്തമാക്കും എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ കൂരിയാട് വയഡക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. വയഡക്റ്റ് നിർമ്മാണം 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്ന് കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 6 മാസം കൊണ്ട് ഇത് പൂർത്തിയാകാനുള്ള സാധ്യത കുറവാണ്. കാരണം നിലവിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അവിടെ തകർന്ന റോഡുകളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ തന്നെ ഏതാണ്ട് 3 മാസം വേണ്ടിവരും. അതിനുശേഷമാവും പൈലിംഗ്, പിന്നെ അതിന് മുകളിൽ തൂണുകൾ ഉയർന്ന് അതിന് മുകളിൽ വേണം റോഡ് വരാൻ. അപ്പോൾ ഈ സാമ്പത്തിക വർഷം തന്നെ ഇത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് അത് വലിയൊരു തിരിച്ചടിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിൽ വേണ്ട പുരോഗതിയും മേൽനോട്ടവും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഊർജ്ജസ്വലമായ നടപടികളും ഉണ്ടാകണം എന്നൊരു നിർദ്ദേശമാവും സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുക. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റു പല ആശങ്കകളുണ്ട്. ഇത്തരത്തിൽ റോഡുകൾ തകർന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ കനത്ത മഴയിൽ റോഡുകൾ ഇടിഞ്ഞ സ്ഥലങ്ങളിലുമൊക്കെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അവിടുത്തെ ജനവാസ മേഖലയിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിൽ ബദൽ മാർഗങ്ങൾ എന്തൊക്കെ വേണം എന്ന തരത്തിൽ ഉള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.